രണ്ട് വേവുകൾ ഒരേ മീഡിയത്തിൽ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വേവ് ഇന്റർഫിയറൻസ് എന്ന് വിളിക്കുന്നു. നമുക്കിവിടെ രണ്ട് ബോക്സ് ഉണ്ട്. സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്പീക്കറിനെയോ അല്ലെങ്കിൽ ലൈറ്റ് വേവ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലേസറിനെയോ ഇതിലേതെങ്കിലും ഒന്നിനെയാണ് ഇവ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രണ്ട് ബോക്സും രണ്ട് സ്പീക്കറുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അവ രണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന സൗണ്ട് വേവുകൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ആദ്യത്തെ വേവിന്റെ ക്രെസ്റ്റ് രണ്ടാമത്തെ വേവിന്റെ ക്രെസ്റ്റുമായിട്ടും ആദ്യത്തെ വേവിന്റെ ട്രഫ് രണ്ടാമത്തെ വേവിന്റെ ട്രഫുമായിട്ടും കൃത്യമായി ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സെൻട്രൽ ലൈനിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിലേക്കോ അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റിലേക്കോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. രണ്ട് വേവുകൾ ഈ രീതിയിലാണ് കൂടിച്ചേരുന്നതെങ്കിൽ അവയുടെ രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡുകൾ പരമാവധി അളവിൽ ഒന്നിച്ചു ചേരുകയും അതിന്റെ ഫലമായി ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കൂടിയ ഒരു വേവ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെവി ഉണ്ടെങ്കിൽ ഇരട്ടി ഉച്ചത്തിലായിരിക്കും നമുക്ക് ഈ സൗണ്ടിനെ കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യത്തെ വേവിന്റെ ക്രെസ്റ്റ് രണ്ടാമത്തെ വേവിന്റെ ട്രഫുമായി യോജിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ ആദ്യത്തേതിന്റെ ട്രഫ് രണ്ടാമത്തേതിന്റെ ക്രെസ്റ്റുമായി യോജിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതിനാൽ ആദ്യത്തെ കേസിൽ രണ്ട് വേവുകളും ഇൻ ഫേസിലാണെങ്കിൽ ഈ കേസിൽ രണ്ട് വേവുകളും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണുള്ളത്. ഈ രണ്ട് വേവുകളും കൂടിച്ചേരുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂവും ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂവും വരുന്നതിനാൽ ഇവിടുത്തെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് 0 എന്നായിരിക്കും വരുന്നത്. രണ്ട് വേവുകൾ തമ്മിൽ ഈ രീതിയിലാണ് കൂടിച്ചേരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സ്പീക്കർ മാത്രമാണുള്ളതെങ്കിലും സെക്കൻഡ് സ്പീക്കർ മാത്രമാണുള്ളതെങ്കിലും നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. എന്നാൽ രണ്ട് സ്പീക്കറുകളും ഒരുമിച്ചുണ്ടെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കുന്ന കാരണത്താൽ നമുക്ക് ഒരു സൗണ്ടും കേൾക്കാൻ സാധിക്കില്ല. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിൽ ഒരു സ്പീക്കർ വായുവിനെ മുന്നോട്ട് തള്ളുമ്പോൾ, അതായത് ഉയർന്ന മർദ്ദം സൃഷ്ടിക്കുമ്പോൾ മറ്റേ സ്പീക്കർ അതേസമയം വായുവിനെ പിന്നോട്ട് വലിക്കുന്നു, അതായത് താഴ്ന്ന മർദ്ദം സൃഷ്ടിക്കുന്നു. ഇതുമൂലം സൗണ്ട് വേവ്സ് പരസ്പരം ഇല്ലാതാവുന്നു. സ്പീക്കറുകളെ ഈ രീതിയിൽ വെക്കുകയും ശേഷം ഒരു സ്പീക്കറിനെ ഇങ്ങനെ മുന്നോട്ട് നീക്കുകയും ചെയ്യുമ്പോൾ സ്പീക്കർ ഇവിടേക്ക് എത്തുമ്പോൾ രണ്ട് വേവുകളും ഔട്ട് ഓഫ് ഫേസിൽ വരുന്നതായി കാണാം. അതിനാൽ ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും നടക്കുന്നത്. സ്പീക്കറിനെ λ/2 എന്ന ഡിസ്റ്റൻസ് മുന്നിലേക്ക് നീക്കിയപ്പോഴാണ് ഇവിടെ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ലഭിച്ചത്. എന്നാൽ സ്പീക്കറിനെ ഒരു ഫുൾ വേവ് ലെങ്ത് ആണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും ലഭിക്കുന്നത്. അതിനാൽ ഈ സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരം ഇത്രയും ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരം ഇത്രയുമാണെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസിന്റെയും ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് വേവുകളും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആയിരിക്കും. പാത്ത് ഡിഫറൻസ് ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ആയിരിക്കും നടക്കുക. ലൈറ്റ് വേവ്സിന്റെ കേസിലും ഈ രീതിയിൽ തന്നെയായിരിക്കും നടക്കുന്നത്.